മിക്ക ബ്യൂട്ടി വ്ളോഗേഴ്സും മാസത്തിൽ ഒരു തവണ ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റിൻ്റെ ഒരു പ്രൊമോഷൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇട്ട് തരാറുണ്ട്. ഒരു ട്യൂബ് പോലെയുള്ളൊരു ടിന്നിൽ 10-12 ഗ്ലൂട്ടാത്തയോൺ ടാബ്ലറ്റ് ഉണ്ടാവും. അതവർ കാണിക്കും. അവരിങ്ങനെ അത് വെള്ളത്തിൽ കലക്കി അവർ പറയുന്നുണ്ട്, എന്നും രാവിലെ അതും വെറും വയറ്റിൽ ഇത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുഖം പോലെ, അതായത് ആ ബ്യൂട്ടി വ്ളോഗറിൻ്റെ മുഖം പോലെ, അതായത് അലൂമിനിയം കലമൊക്കെ ഇങ്ങനെ വെച്ചേക്കുന്ന പോലുള്ള മുഖം പോലെ നിങ്ങളുടെ മുഖവുമാകും, നിങ്ങൾ സുന്ദരികളാവും, പൂവമ്പഴം പോലെ ആകും എന്നൊക്കെയാണ് ആ പ്രൊമോഷനിൽ ഇൻഡയറക്ട്ലി പറഞ്ഞു തരുന്നത്. നിങ്ങളത് വാങ്ങിക്കണമെന്നാണ് അവർ പറയുന്നത്. ശരിക്കും ഈ പറയുന്ന ബ്യൂട്ടി വ്ളോഗേഴ്സ്, ഞാൻ മറ്റു പല വീഡിയോസിലും പറഞ്ഞതുപോലെ, രഹസ്യമായിട്ട് സേഫായിട്ടുള്ള സൗന്ദര്യവർദ്ധക മെത്തേഡുകൾ അവർ യൂസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഈ ഓൺലൈനിൽ കിട്ടുന്ന തുക്കടാച്ചി ഗുളികയായിട്ട് വരുന്നത്. എന്തുകൊണ്ടാണ് തുക്കടാച്ചി ഗുളിക എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാര്യമേ, ഒരു കോസ്മെറ്റിക് ക്ലിനിക്കിൽ നിങ്ങൾ ചെന്ന് ഗ്ലൂട്ടാത്തയോൺ IV ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ, ഞാൻ മറ്റ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഒരൊറ്റ ഡോസിന് 20,000 താഴെ, എങ്ങനെയാണെങ്കിലും 15,000 ആകും. അപ്പോൾ ഒരൊറ്റ ഡോസ് കൊണ്ട് ഒരാൾ വെളുക്കത്തില്ല, പല 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 ഡോസുകൾ. ചിലർക്കൊരു 6 months ഒക്കെ കഴിഞ്ഞാലേ, അറ്റ്ലീസ്റ്റ് ഒരു 4 months എങ്കിലും കഴിഞ്ഞാലേ ഒരു ഷെയ്ഡെങ്കിലും വ്യത്യാസമുണ്ട് എന്ന് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ആ IV-യിലൂടെ കിട്ടുന്ന ഗ്ലൂട്ടാത്തയോൺ ആൻറ്റി ഓക്സിഡൻറ്റ് ഓൺലൈനിൽ 1000 രൂപയ്ക്ക് 1100 രൂപയ്ക്ക് 12 ഗുളികകളിലൂടെ കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കണ്ടേ അതൊരു തുക്കടാച്ചി, ഒരു 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 ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണെന്ന് മനസ്സിലാക്കാനുള്ള വകതിരിവ് നമുക്കുണ്ടായിരിക്കും. നമുക്ക് വകതിരിവൊക്കെയുണ്ട്, മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസും ഒക്കെയുണ്ട്. പക്ഷെ നമ്മൾ അന്ധമായി ബ്യൂട്ടി വ്ളോഗേഴ്സിനെ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ IV ആയിട്ട് എടുക്കുന്നത് സേഫ് ആണോ എന്ന്. IV ആയിട്ട് എടുക്കുന്നത് 90% ആളുകൾക്കും സേഫ് ആണെന്നാണ് അവർ പറയുന്നത്. പക്ഷെ ഒരു 10% ആളുകളിലെങ്കിലും അലർജി മൂലമുള്ള പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും അലർജി കൊണ്ട് ചൊറിച്ചിലായിരിക്കും ഉണ്ടാകുന്നത്. ഇല്ല, ശ്വാസതടസ്സം, മരണം വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ മിക്ക ഹോസ്പിറ്റലും, അതായത് ഈ സൗന്ദര്യവർദ്ധക, എല്ലാവർക്കും സൗന്ദര്യം വേണം എന്ന് ഇപ്പോഴുള്ള ബിസിനസ്സുകാർക്കൊക്കെ നന്നായിട്ടറിയാം. അപ്പോൾ ഇതൊരു ബിസിനസ് പോലെ കാണുന്ന ക്ലിനിക്സ് ആണെങ്കിൽ ഒരിക്കലും ഇത് നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള അതായത് സൈഡ് എഫക്ട്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് അവർ പറഞ്ഞു തരത്തില്ല, ടെസ്റ്റ് ഡോസ് എടുക്കത്തുമില്ല. പക്ഷേ മിക്ക ഹോസ്പിറ്റലുകാരും ഈ IV ആയിട്ട് ഗ്ലൂട്ടാത്തയോൺ വേണം എന്ന് പറഞ്ഞു വരുന്ന ക്ലയൻറ്റിന് മുന്നിൽ ഈ കാര്യം അവർ അറിയിക്കാൻ ഒരു ഡിസ്ക്ലൈമർ പോലെ പറയാറുണ്ട്. അതുകൊണ്ട് അവർ ടെസ്റ്റ് ഡോസും കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ IV ആയിട്ട് കൊടുക്കുന്നത് സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ വ്യക്തമായി നമുക്കൊരു ആൻസർ ഉണ്ട്. ഇന്ത്യയിൽ ഒരിടത്തും ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും ഇന്ന് വരെ അപ്രൂവൽ കൊടുത്തിട്ടില്ല ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻറ്റ് സൗന്ദര്യവർദ്ധക ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന്. അതായത് സൗന്ദര്യവർദ്ധക ആവശ്യത്തിന് വേണ്ടി ഗ്ലൂട്ടാത്തയോൺ IV എടുക്കാമെന്ന് ആരും ഇന്ന് വരെ ഒരു അപ്രൂവലും കൊടുത്തിട്ടില്ല. അപ്രൂവൽ ഇല്ലാതെയാണ് ഈ IV കൊടുക്കുന്നത്. ഇത് സർവ്വസാധാരണമായിട്ട് കേരളത്തിലും ഇന്ത്യയിലുടനീളം എല്ലാ ഹോസ്പിറ്റലുകാരും കോസ്മെറ്റിക് ക്ലിനിക്കുകാരും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴും ഇത് അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ IV ആയിട്ട് തരില്ല, ഇത് ടാബ്ലറ്റ് ആയിട്ടേ തരത്തുള്ളൂ എന്ന് പറയുന്ന ക്ലിനിക്കുകളും ഈ കാക്കനാട് ഉണ്ട്. അപ്രൂവൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രോഗിക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും, ഈ രോഗിയല്ല ഈ ക്ലയൻറ്റ് എന്ത് പ്രശ്നങ്ങൾ വന്നാലും അത് അവരുടെ തലയിൽ തന്നെയായിരിക്കും, അവരുടെ ഉത്തരവാദിത്വമായിരിക്കും. അതിനുള്ള ഈ കോൺസെൻറ്റ് ലെറ്ററൊക്കെ സൈൻ ചെയ്യിപ്പിച്ചിട്ടായിരിക്കുമല്ലോ ഈ സംഭവമൊക്കെ എടുക്കുന്നത്. മിക്ക ഹോസ്പിറ്റലുകാരും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന സബ്ജക്റ്റിൽ നിന്ന് നമ്മൾ വിട്ടുപോയി. ബ്യൂട്ടി വ്ളോഗേഴ്സ് ഇങ്ങനെ മാസത്തിൽ ഒരു തവണ, ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വീഡിയോ ഇട്ടിരിക്കുന്ന അഹാന കൃഷ്ണയാണ്. അഹാന കൃഷ്ണ എപ്പോഴാണ് ആ വീഡിയോയിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, അതിരാവിലെ 4 മണിക്കാണോ അഹാന കൃഷ്ണ കുടിക്കുന്നത്, അല്ലെങ്കിൽ 5 മണിക്ക് 6 മണിക്ക് എഴുന്നേറ്റ് വന്ന ഉടനെയാണോ ഇത് കുടിക്കുന്നത്. അമൃതാനായരുടെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പുള്ളിക്കാരത്തി എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്നുണ്ട്, ഞാൻ ഗ്ലൂട്ടാത്തയോൺ എടുക്കാറില്ല. ഗ്ലാമി ഗംഗ പറയുന്നുണ്ട്. പക്ഷേ ഇവരുടെയൊക്കെ സ്കിൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഇവർ ഈ DIY ഒക്കെ ചെയ്തിട്ടാണ് മുഖത്ത് ഇത്രയും മാറ്റം വന്നത്, ഈ സ്കിൻ കംപ്ലീറ്റ്ലി ഇങ്ങനെ ഒരു ഷെയ്ഡ് മാറിയത് എന്നൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇവരൊക്കെ കോസ്മെറ്റിക് ക്ലിനിക്കുകളിൽ പോയി IV-യും കൊളാജനും ഒക്കെ എടുത്തിട്ടാണ് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗ്ലോയും, അതായത് നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോൺ അല്ല ഇവർക്ക്. ഇപ്പം അപർണയുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതൊരു കൊറിയൻ ഗ്ലാസ് സ്കിൻ പോലെ തന്നെ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ അലൂമിനിയം കലം, നമ്മൾ എത്ര ഈ അടുപ്പിൽ വെച്ചിട്ട് കരിയായി കഴിഞ്ഞാൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഈ ചാരമൊക്കെ ഇട്ട് ഉരച്ച് കഴിഞ്ഞാൽ നല്ല വെളുത്ത് എത്രമാത്രം നമ്മൾ അതിനിട്ട് ഉരയ്ക്കുന്നോ അത്രമാത്രം വെളുത്ത് ഇങ്ങനെ തിളക്കം കൂട്ടി വരും. അതുപോലെയാണ് ഇവരൊക്കെ സ്കിൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. എന്നിട്ട് ഇവർ ആ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമാണ് ഇവർ പറയും അതിരാവിലെ ഇത് വെറും വയറ്റിൽ കുടിക്കണമെന്ന്. വെറും വയറ്റിൽ കുടിക്കുമ്പോൾ നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഇത് എത്രമാത്രം ദുരുപയോഗപ്പെടുത്തുമെന്ന് നിങ്ങൾ ആലോചിച്ചു വേണം. അപ്പോൾ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെഡിസിൻ അല്ലെങ്കിൽ ഒരു ആൻറ്റി ഓക്സിഡൻറ്റ് ഈ ഓൺലൈനിൽ 1000 രൂപയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ആലോചിക്കണം, നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടാക്കാത്ത ഒരു സാധനമല്ലത്. നിങ്ങളുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ മുഴുവൻ നശിപ്പിക്കാൻ പാകത്തിനുള്ള പോയിസൺ ആണ് അത് എന്ന് നിങ്ങൾ ആലോചിക്കണം. ഇനി IV ആയിട്ട് എടുക്കുന്ന
ഈ ആൻറ്റി ഓക്സിഡൻ്റ് ആണെങ്കിലും ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഹ്യൂമൻ ബോഡി റബ്ബർ അല്ല, അല്ലെങ്കിൽ റോബോട്ട് അല്ല. നമുക്ക് വേണ്ട ഇപ്പം വൈറ്റമിൻ ഡെഫിഷ്യൻസി, ഇപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് എങ്കിൽ ഞാൻ ഒരു ഡോക്ടറെ പോയി കാണാതെ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈറ്റമിൻ ഡെഫിഷ്യൻസിയുടെ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് ഞാൻ ഒരു മെഡിക്കൽ ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഞാനിതിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കിഡ്നി അടിച്ചു പോകും. കാരണം സ്റ്റോൺ ഫോർമേഷൻ ഉണ്ടാവും, നമ്മുടെ കിഡ്നി ഒരുപാട് ട്രബിൾസ് ഉണ്ടാവും, ഡാമേജ് ആയിപ്പോവും. മനസ്സിലായോ? അതുപോലെയാണ് ഈ മഗ്നീഷ്യം ആണെങ്കിലും മറ്റ് കാൽഷ്യം ആണെങ്കിലും ഒക്കെ ഇത് ഒരുപാട് അധികമായി കഴിഞ്ഞാൽ നമ്മൾക്ക് മരണം വരെ സംഭവിക്കാൻ പാകത്തിനുള്ള എല്ലാം അതിലുണ്ട്. ഒരു പഴഞ്ചൊല്ല് പറയുമല്ലോ, ഒന്നൊന്നിന് ഗുണമാണെങ്കിൽ മറ്റൊരു തരത്തിൽ അത് ദോഷമായിരിക്കുമെന്ന്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള സപ്ലിമെൻറ്റുകൾ മാത്രമേ നമ്മൾ എടുക്കാവൂ. ഇപ്പോൾ ബ്യൂട്ടി വ്ളോഗേഴ്സ് ആണെങ്കിലും സെലിബ്രിറ്റീസ് ആണെങ്കിലും ഞാൻ വൈറ്റമിൻ സി രാവിലെ എടുക്കുന്നുണ്ട്. ഇപ്പം മന്ത്ലി ഞാൻ 2-3 തവണ, അപർണ തോമസ് കഴിഞ്ഞ ദിവസം റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു പുള്ളിക്കാരത്തിയുടെ ഈ സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റ്സ് എന്തൊക്കെയാണ് എടുക്കുന്നത്. കംപ്ലീറ്റ്ലി പുള്ളിക്കാരത്തി റിവീൽ ചെയ്തിട്ടില്ല, 1-2 എണ്ണം പുള്ളിക്കാരത്തി പറയുന്നുണ്ടായിരുന്നു. അതിൽ പറയുന്നുണ്ട്, നമ്മൾ ആ ഒരു ഡോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഗ്ലൂട്ടാത്തയോൺ അത് നമ്മൾ ഇത്ര ഡോസ് എടുത്ത് നമ്മുടെ സ്കിന്നിന് നല്ല മാറ്റം വന്നു കഴിയുമ്പോൾ പിന്നെ മന്ത്ലി മെയിൻ്റനൻസ് ഡോസ് ഉണ്ട്, അത് മന്ത്ലി എടുക്കണം, ഒറ്റ ഡോസ് വീതം. പക്ഷെ ഞാൻ മന്ത്ലി 2-3 എടുക്കാറുണ്ട് എന്ന്. അതൊരു ഓവർ ഡോസാണ്. ഇതൊരു സപ്ലിമെൻ്റ് ആണെങ്കിൽ പോലും ആ സപ്ലിമെൻറ്റുകൾ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് ഹാംഫുൾ ആണ്, അത് താങ്ങാൻ പറ്റില്ല, മരണം വരെ സംഭവിക്കും. ഗ്ലൂട്ടാത്തയോൺ ഒരൊറ്റ ഡോസിന് 20,000 അല്ലെങ്കിൽ 15,000 കൊടുക്കുന്ന സ്ഥാനത്ത് നിങ്ങൾക്ക് പിന്നീട് ഡയാലിസിസ്, ഇതിൻ്റെ ഇരട്ടിക്ക് നിങ്ങൾ ഈ ഓരോ ദിവസം കൂടിയിരിക്കുമ്പോഴും ഓരോ ദിവസം ഓൾട്ടർനേറ്റീവായിട്ടോ നിങ്ങൾക്ക് പോയി ചെയ്യേണ്ടതായിട്ട് വരുന്നതിനേക്കാൾ നല്ലതല്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഈ ഗുളികകൾ ചുളുവിലയ്ക്ക് തുക്കടാച്ചി സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാതിരിക്കുക. നിങ്ങൾക്ക് അതായത് നിങ്ങൾക്ക് ഗ്ലൂട്ടാത്തയോൺ ആവശ്യമാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് കുറവാണ് എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചുള്ള ഫുഡ് കഴിക്കുക, ഇൻടേക്ക് ചെയ്യുക. അതായത് ABC ജ്യൂസ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാസം കഴിയുമ്പോൾ 6 മാസം കഴിയുമ്പോൾ മാറ്റം വരുമെന്നല്ല, നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഹെൽത്തി ആയിട്ടിരിക്കും. അല്ലാതെ ഈ പറയുന്ന IV എടുത്തു കഴിഞ്ഞാൽ ശരിയാണ്, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട് എങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്കിത് പ്രത്യേകിച്ച് അലർജിയോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ നിങ്ങളത് ധൈര്യമായിട്ട് എടുക്കുക. പക്ഷേ ഇത് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മരണം വരെ സംഭവിച്ച കേസുകളുണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും പിന്നീട്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗേഴ്സ് ഈ IVയെ പൂഴ്ത്തി പറയുന്നതാണെങ്കിലും എസ്പെഷ്യലി ഈ ടാബ്ലറ്റ് ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന പിങ്ക് കളറിലുള്ള അത് ആ വെള്ളത്തിലേക്ക് ഇടുമ്പോൾ ആ ഒരു കളർ വരുന്നുണ്ട്, പിങ്ക് കളർ വരുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം വരികയാണ്. നോർമലി ഗ്ലൂട്ടാത്തയോൺ വൈറ്റമിൻ സി ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ക്ലയൻസിന് കൊടുക്കുന്നത്, സൗന്ദര്യം വേണമെന്ന് പറഞ്ഞു വരുന്ന ക്ലയൻസിന് കൊടുക്കുന്നത്. അത് ആ ട്രിപ്പ് ബോട്ടിലിൽ വരുമ്പോൾ ചിലയിടത്തൊക്കെ ഞാൻ പറഞ്ഞില്ല പല ബ്രാൻഡുകളുണ്ട്, അപ്പോൾ കളർ കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ചില ഹോസ്പിറ്റലിൽ നല്ല ഡീപ്പ് യെല്ലോ ആയിരിക്കും, ചില ഹോസ്പിറ്റലിൽ അത് നല്ല പ്യുവർ വാട്ടർ കൺസിസ്റ്റൻസി പോലെ ഇരിക്കും, നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ പോലെ തന്നെ ഇരിക്കും. അപ്പോൾ ഈ 2 കളറുകളിൽ മാത്രമേ ഗ്ലൂട്ടാത്തയോൺ ഈ ഡീപ്പ് യെല്ലോയിലും വൈറ്റിലും മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഈ തുക്കടാച്ചി ഗുളിക വെള്ളത്തിൽ അങ്ങോട്ട് കലക്കുമ്പോൾ തന്നെ പിങ്ക് കളറിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ എന്തോ ഫ്ലേവറിന് വേണ്ടി അവർ ആഡ് ചെയ്യുന്നുണ്ട്, കളറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഡെയിലി നിങ്ങൾ ആഹാരത്തിന് ശേഷമൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, വെറും വയറ്റിൽ ആഹാരത്തിന് ശേഷം കഴിക്കുകയാണെങ്കിലും ആപത്തുണ്ടാക്കാനുള്ളതാണെങ്കിൽ, ഹാംഫുൾ ആണെങ്കിൽ അത് കറക്റ്റ് ആ പോയിന്റിലേക്ക് തന്നെ ചെന്ന് കൊള്ളുക തന്നെ ചെയ്യും. അപ്പം വെറും വയറ്റിൽ ഇത് കലക്കി കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന നിങ്ങളുടെ ഇന്റേണൽ ഓർഗൻസ് എത്രമാത്രം അപകടത്തിൽ പെട്ടുപോകും എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സ് പറയുന്ന ഈ 1000 രൂപ 1100 രൂപയുടെ 1200 രൂപയുടെ ഈ ട്യൂബിലിരിക്കുന്ന ഈ ഒരു ഗുളിക എന്തോ ചിക്പ്ലിക്സ് എന്നും കണ്ട അതിൻ്റെ പേരെന്ന് തോന്നുന്നു, ഇത് കഴിച്ചിട്ട് നല്ല രീതിയിൽ വെളുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. എൻ്റെ കമൻറ്റ് സെക്ഷൻ എപ്പോഴും ഓപ്പൺ ആയിരിക്കും, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. മനസ്സിലായോ? ഇപ്പോൾ അനുശ്രീയൊക്കെ അവർ ഫിലിം ഇൻഡസ്ട്രിയിൽ എൻ്റർ ചെയ്ത സമയത്ത് അനുശ്രീ എങ്ങനെയായിരുന്നു എന്നും ഇപ്പോൾ അനുശ്രീ എങ്ങനെയായിരുന്നു എന്നും ഐബ്രോസൊക്കെ നല്ല ലിഫ്റ്റ് ചെയ്ത് പ്ലാസ്റ്റിക് സർജറികളും ഫില്ലേഴ്സും ഇതുപോലെ ഗ്ലൂട്ടാത്തയോണും എടുത്തിട്ടാണ് അനുശ്രീയുടെ ആ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച്. അപ്പോൾ അതുപോലെ ഒരു ചേഞ്ച് ഇപ്പം ഐബ്രോസ് ഒന്നും ലിഫ്റ്റ് ആവണ്ട, അത്രയും സ്കിൻ ടോൺ അത്രമാത്രം ഡ്രാസ്റ്റിക് ചേഞ്ച് വന്ന ആരെങ്കിലും ഈ ഗുളിക കഴിച്ചിട്ടുണ്ട് എങ്കിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ ഉറപ്പ് പറയും, 100% ഉറപ്പ് പറയുന്നു, ആ ഗുളിക കഴിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ഷെയ്ഡ് ഒരു ഷെയ്ഡ് അങ്ങാണം മാറിയെങ്കിലായി മാറുമെന്ന് തോന്നില്ല. ഒരു ഷെയ്ഡ് മാറിയാൽ അത് വിസിബിളായിട്ട് മറ്റുള്ളവർക്ക് കാണാൻ കഴിയത്തില്ല. മറ്റുള്ളവർക്ക് നമ്മളെ കാണുമ്പോൾ നമ്മൾ നല്ല ഫെയർ ആയി വെളുത്ത് തുടുത്തിരിക്കുന്നതെന്ന് തോന്നാൻ വേണ്ടിയാണല്ലോ നമ്മൾ ഇത്രയും ഒരു ബ്യൂട്ടി വ്ളോഗർ 8-9 ലക്ഷം കൊണ്ട് ക്ലിനിക്കുകളിൽ കൊടുത്തത്. മറ്റുള്ളവർക്ക് തോന്നാൻ വേണ്ടിയാണല്ലോ, കാഴ്ചക്കാർക്ക് കണ്ണിനൊരു സുഖം കിട്ടാൻ വേണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സുഖം ഒരു ഷെയ്ഡ് മാറി എന്ന് വെച്ച് കിട്ടത്തില്ല. പിന്നെ ഒരു ചെറിയൊരു ഗ്ലോ ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. ആ ഗ്ലോ വരുന്നതിൻ്റെ ഇരട്ടി നിങ്ങളുടെ കിഡ്നിയെയും നിങ്ങളുടെ ലിവറിനെയും അത് തകർക്കും എന്നുള്ളൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഞാൻ ആദ്യം പറയുന്നതുപോലെ ഈ ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്ന ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന് കണ്ടുപിടിച്ചത് തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ.
ലിവർ സംബന്ധമായിട്ടുള്ള അസുഖം വന്ന രോഗികളിൽ ഈ ഗ്ലൂട്ടാത്തയോൺ കലർന്നിട്ടുള്ള മെഡിസിൻ കൊടുത്തപ്പോൾ അവരുടെ സ്കിൻ ടോണിൻ്റെ ഷെയ്ഡിൽ ഭയങ്കര വ്യത്യാസം വന്നു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ് എന്ന്. അതിനുശേഷം അപ്രൂവൽ ഇല്ലാതെ പല രാജ്യങ്ങളും ഇത് സൗന്ദര്യവർദ്ധക ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ IV ആയിട്ടും ടാബ്ലറ്റ്സ് ആയിട്ടും കൊടുത്തു തുടങ്ങിയതാണ്. ഇന്നും വെളുക്കാൻ വേണ്ടി ഗ്ലൂട്ടാത്തയോൺ കൊടുക്കാമെന്ന് യാതൊരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും അപ്രൂവൽ കൊടുത്തിട്ടില്ല, എസ്പെഷ്യലി ഇന്ത്യയിൽ കൊടുത്തിട്ടില്ല. അപ്രൂവൽ ഇല്ലാതെയാണ്, അതായത് ചെല്ലുന്ന ക്ലയൻറ്റിൻ്റെ ഓൺ റെസ്പോൺസിബിലിറ്റിയിലാണ് ഇവരിത് ഉള്ളിലേക്ക്, അതായത് IV ആയിട്ട് കൊടുക്കാന്ന് പറയുന്ന ഇഞ്ചക്ഷനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാറ്റങ്ങളുണ്ടാവും. ഇത് സപ്ലിമെൻ്റ് ആണ്, പക്ഷേ സപ്ലിമെൻ്റ് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മരണം വരെ ഉണ്ടാകും. അപ്പോൾ ഈ ബ്യൂട്ടി വ്ളോഗേഴ്സിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ, അവർ പറയുന്ന ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന ഈ തുക്കടാജി സാധനങ്ങൾ ദയവ് ചെയ്ത് വാങ്ങിക്കാതിരിക്കാം. വല്ല നൈറ്റിയോ വല്ല ചുരിദാറോ വല്ല സാരിയോ ഒക്കെ ആണെങ്കിൽ ധൈര്യത്തോടു കൂടി നിങ്ങൾ അവർ പറയുന്നത് കേൾക്കൂ. പക്ഷെ നിങ്ങൾ അകത്തേക്ക് കഴിക്കേണ്ട സാധനങ്ങൾ ബ്യൂട്ടി വ്ളോഗേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്നത് നിങ്ങൾ കഴിക്കാതിരിക്കുക. അവർ ആ വീഡിയോയിൽ പറയുന്നത് അതിരാവിലെ നിങ്ങൾ കഴിക്കുക എന്നുള്ളതായിരിക്കും. അവരുടെ വീഡിയോയിൽ വല്ല 3 മണിയോ 4 മണിയോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അവരത് യൂസ് ചെയ്യുന്നില്ല. അവർ വളരെ സേഫായിട്ടുള്ള രീതിയിലാണ് അവരുടെ സൗന്ദര്യം സംരക്ഷിക്കുന്നതെന്നും ആ സൗന്ദര്യം സംരക്ഷിക്കാൻ അവർക്ക് മുടക്കാനുള്ള പൈസ കിട്ടുന്നത് ഈ തുക്കടാജ് സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോഴായിരിക്കും എന്നുള്ളൊരു സത്യവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ബ്യൂട്ടി വ്ളോഗറെ വിശ്വസിച്ച് കഴിക്കേണ്ടതൊന്നും കഴിക്കാതെ ഇരിക്കുക. വാങ്ങിക്കേണ്ട ഡ്രസ്സോ വല്ല ഷാമ്പുവോ ഒക്കെ ആണെങ്കിൽ വാങ്ങിക്കുക കേട്ടോ, നല്ലതാണെങ്കിൽ.